ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ടീരിയോഫേജസിനെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ വൈറസുകളാണ്. അതായത് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ് എന്ത് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഇതിനെ ഫസ്റ്റായിട്ട് കണ്ടെത്തിയത് ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ്, വോർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1915. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുത്തത് ഡി ഹെറല്ലെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് 1915 അല്ല 1917. ഇത് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന എൻട്രിക് ബാക്ടീരിയയിൽ ഇത് വളരെ ലാർജായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബാക്ടീരിയോഫേജസിന് നമ്മുടെ ബാക്ടീരിയൻ്റെ സെൽ വാള് പെനിട്രേറ്റ് ചെയ്യാനും അഡ്സോർബ് ചെയ്യാനും ഉള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ പല വെറൈറ്റീസ് ബാക്ടീരിയോഫേജസ് കാണുന്നുണ്ട്. അതായത് ഓരോ പല ബാക്ടീരിയകളുണ്ടല്ലോ, ആ ബാക്ടീരിയകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള അതിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയോഫേജുകളും കാണുന്നുണ്ട്. മെയിനായിട്ട് 4 മേജർ ഗ്രൂപ്പ്സിലാണ് ബാക്ടീരിയോഫേജസ് വരുന്നത്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ള ഫേജുകൾ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ള ഫേജുകൾ, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ള ഫേജുകൾ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ള ഫേജുകൾ. പല ഫേജുകളുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഫേജ് നോക്കാം. അപ്പോൾ ഒരു ടിപ്പിക്കൽ DNA ഫേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് T4 ബാക്ടീരിയോഫേജ് ആണ്. ഇതിനെ കോമൺ ആയിട്ട് T4 കോളിയോഫേജ് എന്നാണ് പറയുന്നത്. ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫേജ് ആണ്. ഇതിന് ബൈനിയൽ സിമ്മട്രി ആണുള്ളത്. അതായത് ഇതിന് ക്യൂബിക്കൽ ആൻഡ് ഹെലിക്കൽ സിമ്മട്രി ഉണ്ട്. ക്യൂബിക്കൽ സിമ്മട്രി അതിൻ്റെ ഹെഡ് റീജിയനിലും ഹെലിക്കൽ സിമ്മട്രി അതിൻ്റെ ടെയിൽ റീജിയനിലും ആണ് കാണപ്പെടുന്നത്. ഈ T4 കോളിയോഫേജ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ ആയിട്ടുള്ള എസ്ചെറീഷ്യ കോളൈനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാരസൈറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെന്ത് T4 കോളിയോഫേജ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 5 സ്ട്രക്ചറൽ പാർട്സ് ആണുള്ളത്. ഒന്ന് ഹെഡ്, പിന്നെ ഹെഡ്, നെക്ക് എന്ന് പറയുന്നത് ഹെഡും ടെയിലും തമ്മിലുള്ള കണക്റ്ററാണ്. പിന്നെ ടെയിൽ ഉണ്ട്, ബേസൽ പ്ലേറ്റ് ഉണ്ട്, ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. അങ്ങനെ 5 ഭാഗങ്ങളാണുള്ളത്. ഹെഡ്, നെക്ക്, ടെയില്, ബേസ് പ്ലേറ്റ്, ടെയിൽ ഫൈബേഴ്സ്. അങ്ങനെ 5 ഭാഗങ്ങളാണ് ആർക്കുള്ളത്? ഈ T4 ഫേജിന് അല്ലെങ്കിൽ DNA ബാക്ടീരിയോഫേജിന് ഉള്ളത്. ഇതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇക്കോസഹെഡ്രൺ ആണ് ഇതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അത് ഇലോങ്ങേറ്റഡ് ആണ്, ബൈപിരമിഡലാണ്, ഹെക്സഗണൽ പ്രിസം പോലെയുള്ള ഷേപ്പാണ് ആർക്കുള്ളത്? ഹെഡിനുള്ളത്. അതൊരു 95 നാനോമീറ്റർ ലോങ്ങും 65 നാനോമീറ്റർ ഡയമീറ്ററും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻട്രൽ കോർ, ഈ ഹെഡിൻ്റെ സെൻട്രൽ കോർ എന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ലീനിയർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ ആണ് ഇതിൻ്റെ സെൻട്രൽ കോറ്. ഈ ഹെഡിൻ്റെ സെൻട്രൽ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ലീനിയർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ വെച്ചിട്ടാണ്. അത് കൂടാതെ അതിൽ കാറ്റയോൺസും പെപ്റ്റൈഡ്സും 3 ഇന്റേണൽ പ്രോട്ടീൻസും കാണുന്നുണ്ട്. DNA ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ DNAയുടെ, അതായത് ഈ ഹെഡിൽ കാണുന്ന ഹെഡിൻ്റെ കോർ ഉണ്ടാക്കിയിട്ടുള്ള സെൻട്രൽ കോർ ഉണ്ടാക്കിയിട്ടുള്ള DNAയുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇതിന് സൈറ്റോസിന് പകരം ഹൈഡ്രോക്സി മീഥൈൽ സൈറ്റോസിനാണ് ഈ ഒരു DNAക്ക് കാണുന്നത്. ഈ DNA കോറിന് ചുറ്റും എന്തുണ്ട്? ക്യാപ്സിഡ് ഉണ്ട്. ആ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് 2000 കാപ്സോമിയേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് വഴിയാണ്. ഈ പ്രോട്ടീൻ സബ് യൂണിറ്റ്സിന് പറയുന്ന പേരാണ് കാപ്സോമിയേഴ്സ്. 2000 കാപ്സോമിയേഴ്സ് വെച്ചിട്ടാണ് ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്യാപ്സിഡിൻ്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? DNA കോറ് കാണുന്നത്. ഇനി ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്താ? ഇതാണ് DNA കോറ്. അതിന് ചുറ്റും എന്തുണ്ട്? 2000 കാപ്സോമിയേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാപ്സിഡ് ഉണ്ട്. പിന്നെ ഇതാണ് എന്ത്? ഹെഡ് റീജിയൻ. പിന്നെ ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, ടെയിൽ ഉണ്ട്,
ബേസൽ പ്ലേറ്റ് ഉണ്ട്, ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ഇതിന് കോളർ ഉണ്ട്, വിസ്കർ ഉണ്ട്, സ്പൈക്ക് ഉണ്ട്, കോർ ട്യൂബ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാമിന് ബാക്ടീരിയോഫേജ് വരുമ്പം എന്ത് ചെയ്യണം? ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ 3D ആയിട്ടൊന്നും വരയ്ക്കണം എന്നില്ല. ജസ്റ്റ് ഇതങ്ങനെ ഇവിടെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇത് കൊടുക്കുക. ഓക്കെ, ഒരു കട്ടിപ്പ് പോലെ കൊടുക്കുക, എന്നാലേ നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റായിട്ടുള്ള അങ്ങനെ കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ കൊടുക്കുക. ഒരു എക്സഗൺ ഷേപ്പിൽ ബേസൽ പ്ലേറ്റ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ടെയിൽ ഫൈബേഴ്സും കൂടി വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായി? ബാക്ടീരിയോഫേജ് ആയി. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ വരയ്ക്കണോണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. നിങ്ങൾ നോർമൽ കേസിൽ വരയ്ക്കുമ്പോൾ, പേപ്പറിൽ വരയ്ക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. 3D ആയിട്ട് വരയ്ക്കേണ്ട 2D ആയിട്ട് വരച്ചാൽ മതി. ഇതേപോലെ വരച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് ഒരു ബൾജ് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഭാഗങ്ങൾ പറഞ്ഞു. ഹെഡ് ഉണ്ട്, നെക്ക് ആൻഡ് കോളർ, കോർ ട്യൂബ്, ടെയിൽ ഷീത്ത്, ബേസ് പ്ലേറ്റ്, ടെയിൽ ഫൈബർ. ഇതാണ് ഡിഫറെൻറ്റ് കമ്പോണൻസ്, പേജിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, ഇനി ഹെഡ് ടെയിൽ കണക്ടർ അല്ലെങ്കിൽ നെക്ക് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇത് ഹെഡിൻ്റെ നെക്കിൻ്റെ അല്ല, ഹെഡിൻ്റെയും ടെയിലിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു ഭാഗമാണ് എന്ത്? നെക്ക് എന്ന് പറയുന്നത്. ഇതിലെന്തുണ്ട്? കോളർ അല്ലെങ്കിൽ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിനോട് ചേർന്നുകൊണ്ട് തന്നെ എന്തുണ്ട്? സെവറൽ ആയിട്ടുള്ള ഫൈബർ ലൈക്ക് വിസ്കേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഹെഡ് പറഞ്ഞു. ഹെഡ് ഇക്കോസാഹെഡ്രൺ ആണ്. അതിൻ്റെ ഹെഡിൻ്റെ കോർ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ വെച്ചിട്ടാണ്. ആ DNA മോളിക്യൂളിന് ചുറ്റും ക്യാപ്സിഡ് ഉണ്ട്. 2000 ക്യാപ്സോമിയേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ഉണ്ടാക്കിയ ക്യാപ്സിഡ് ഉണ്ട്. അപ്പോൾ ഹെഡിൻ്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്താണ്? നെക്ക് അല്ലെങ്കിൽ ഹെഡ് ടെയിൽ കണക്ടർ ആണ്. അതെന്ന് പറയുന്നത് ഹെഡിൻ്റെയും ടെയിലിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു ഷോർട്ട് റീജിയൻ ആണ്. അതിലെന്തുണ്ട്? കോളർ അല്ലെങ്കിൽ ഡിസ്ക് ഉണ്ട്. അതുപോലെ സെവറൽ ഫൈബർ ലൈക്ക് വിസ്കേഴ്സും ഉണ്ട്. ആ പോയിന്റ് ഓർത്ത് വെക്കാം. പിന്നെ ടെയിൽ എന്ന് പറയുന്നത് നാരോ സിലിണ്ടറിക്കൽ പാർട്ടാണ്. ഒരു സിലിണ്ടർ പോലുള്ള ഇങ്ങനെ ഒരു കുഴൽ പോലുള്ള ഭാഗമാണ് എന്താ? ടെയിൽ. അതൊരു 80 നാനോമീറ്റർ ലോങ്ങും 80 നാനോമീറ്റർ ലോങ്ങും 18 നാനോമീറ്റർ വൈഡുമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിന് സെൻട്രൽ ആയിട്ട് ഒരു ഹെലിക്കൽ ആൻഡ് ഹോളോ കോർ ഓർ ട്യൂബ് ഉണ്ട്. അതായത് നമ്മൾ ടെയിലിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു ട്യൂബ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഇതിപ്പോൾ ടെയിൽ ഷീത്താണ്. ഈ ടെയിൽ ഷീത്തും കോർ ട്യൂബും ചേർന്നതാണ് എന്ത്? ടെയിൽ ആക്ച്വലി. അപ്പോൾ ഈ ടെയിൽ ഷീത്തിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? കോർ ട്യൂബ് ഉണ്ട്. അത് ഹാലോ ആണ്. സെൻട്രൽ ഹെലിക്കൽ ആയിട്ടുള്ള ഹോളോ കോർ ട്യൂബ് ഉണ്ട്. ഇതിലൂടെയാണ് വൈറൽ DNA ഇങ്ങോട്ട് പോകുന്നത്. ഹോസ്റ്റിൻ്റെ സെല്ലിലേക്ക് ഇൻഫെക്ഷൻ്റെ സമയത്ത് വൈറൽ DNA പോകുന്നത് ഈ ഹോളോ ആയിട്ടുള്ള കോർ അല്ലെങ്കിൽ ട്യൂബിലൂടെയാണ് പോകുന്നത്. ഈ കോറിന് സറൗണ്ട് ചെയ്തുകൊണ്ട് ഹെലിക്കൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റൈൽ ആയിട്ടുള്ള ഷീത്ത് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അതാണ് എന്ത്? ടെയിൽ ഷീത്ത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് 144 പ്രോട്ടീൻ സബ് യൂണിറ്റ് വെച്ചിട്ടാണ്. അത് എങ്ങനെയാണ്? 24 റിങ്, 6 സബ് യൂണിറ്റ് ഈച്ച്. 24 റിങ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ റിങ്ങിലും എന്തുണ്ട്? 6 സബ് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, 6 സബ് യൂണിറ്റ്സ് വെച്ചിട്ട് 24 റിങ്ങിൽ 144 പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഷീത്ത് എന്ന് പറയുന്നത് കോളറുമായിട്ട് ബേസിലി കണക്റ്റഡും ബേസൽ പ്ലേറ്റ് ആയിട്ട് ടെർമിനലി കണക്റ്റഡും ആണ്. ഇനി ബേസൽ പ്ലേറ്റ് അല്ലെങ്കിൽ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഹെക്സഗണൽ പ്ലേറ്റ് ആണ്. അതിന് ഒരു പിൻ അല്ലെങ്കിൽ സ്പൈക്ക് ഉണ്ട്. അതിൻ്റെ എല്ലാ കോർണറിലും ഒരു പിന്ന് അല്ലെങ്കിൽ സ്പൈക്ക് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ബേസൽ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ കാണുന്നില്ലേ? അതാണ് എന്ത്? സ്പൈക്ക് എന്ന് പറയുന്നത്.
ഒരു കൂർത്ത ഭാഗം കാണുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടെ കാണും. ഇതാണ് എന്ത് സ്പൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കോർണേഴ്സിൽ പിൻ അല്ലെങ്കിൽ സ്പൈക്ക് കാണുന്നുണ്ട്. ഇവിടേക്കാണ് എന്ത് ടെയിൽ ഫൈബേഴ്സ് ടെർമിനലി കണക്ട് ചെയ്യുന്നത്. ഇനി ടെയിൽ ഫൈബേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6 ടെയിൽ ഫൈബേഴ്സ് ആണ് കാണുന്നത്. 6 ബേസൽ പ്ലേറ്റിന്റെ 6 കോർണറുകളിലായിട്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്റ്റിന്റെ സെൽ വാളിലെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇൻഫെക്ഷന്റെ സമയത്ത് ഹോസ്റ്റിന്റെ സെൽ വാളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് 130 നാനോമീറ്റർ ലോങ്ങും 2 നാനോമീറ്റർ വൈഡും ആണ്. ഇതിന് 2 പോർഷൻസ് ഉണ്ട്. ഒന്ന് പ്രോക്സിമലും ഒന്ന് ടെർമിനൽ അല്ലെങ്കിൽ ഡിസ്റ്റൽ എന്ന് പറയാം. പ്രോക്സിമൽ ഹാഫ് ഫൈബർ എന്ത് ചെയ്യുന്നുണ്ട്? ബേസൽ പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ടെർമിനൽ ഫൈബർ എന്ത് ചെയ്യുന്നുണ്ട്? റിസപ്റ്റർ സൈറ്റിൽ, ഹോസ്റ്റിന്റെ സെൽ വാളിലെ റിസപ്റ്റർ സൈറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെർമിനൽ ഫൈബർ എന്ത് ചെയ്യുന്നത്? ആ ഫൈബർ യൂസ് ചെയ്യുന്നത്. ഇനി ടെയിൽ ഫൈബേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു റിസപ്റ്റർ സൈറ്റിനെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ആ സൈറ്റ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള പവർ വേണം. അത്രയാണ് എന്ത് ബാക്ടീരിയോഫേജിലുള്ളത്. അപ്പം ബാക്ടീരിയോഫേജ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.